രാവിലെ എണീച്ചപ്പോൾ തന്നെ ഷിൻജാൻ വന്നു. എന്താണ് ഷിൻജാനെ കാര്യം? ഫ്രാങ്ക്ലിനോ രാവിലെ ജോൺ അങ്കിൾ വിളിച്ചായിരുന്നു. ജോൺ അങ്കിൾ പറഞ്ഞെന്ന് വെച്ചാൽ ഫ്രാങ്ക്ലിനോ ഫ്രീ ആണെങ്കിൽ അങ്ങോട്ടൊന്ന് ചെല്ലാം. നീ ട്യൂഷനൊന്നും പോകുന്നില്ലേ? ഞാൻ പോവാണ്. ശരി ശരി ഫ്രാങ്ക്ലിനോ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലടാ ഷിൻജാനെ, നീ ഒന്ന് നടന്നു പോ. നീ ഇച്ചിരി ഡയറ്റൊക്കെ ആയി, എനിക്ക് ഇച്ചിരി ഫാറ്റും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. നീ നടന്നു പോയിക്കോടാ ഷിൻജാനെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോവാം. ജോൺ അവിടെ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ എന്താ വിശേഷമെന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. നമ്മുടെ ബൈക്ക് കിടക്കുന്ന കോലം കണ്ടു ഗൈസ്. ഇല്ല ഷിൻജാനാണ് ഗൈസ്, ഷിൻജാൻ്റെ മിനി ബൈക്കാണ് ഗൈസ്. അത് എവിടെയെങ്കിലും കൊണ്ടിടുക ഗൈസ്. അന്ന് മേടിച്ചെടുത്തപ്പോൾ എന്ത് പുത്തം പുതിയതുകൾ എൻ്റെ മോനെ അയാൾ ഇടിച്ച് ഗൈസ്. സോറി. സോ ഗൈസ് എന്താ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ വീട്ടിലില്ലെങ്കിൽ അവൻ വീട് പൂട്ടിയിട്ട് വെക്കൂടെ ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളെ വിളിച്ചേക്കുകയാണ് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പോവാം. അതാണ് നല്ല വരി. ഡോറൊക്കെ ആണെങ്കിൽ ഭയങ്കര ലൂസ്. ഇല്ല ഷിൻജാനാണെങ്കിൽ തുറന്ന് കളിയാണ് ഇപ്പം നമ്മളെ ഡോറ് കാറിൻ്റെ. അപ്പോൾ ഒരു ചേട്ടൻ പോകുന്നുണ്ടല്ലോ, ഈ ഫ്ലാറ്റിലെ ചേട്ടനാണ്. ചേട്ടായി, ആ ചേട്ടൻ കൊള്ളാലേ. ചേട്ടനൊന്നും വിളിയൊന്നും കേട്ടില്ല. പയ്യെ കയറ്റുവാണ് കേട്ടോ ഗൈസ്. കാറിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഗൈസ് നമ്മൾ ഡിഫൻഡറിൻ്റെ ടയറുകളൊക്കെ ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ ഗൈസ്. കൊള്ളാം ഗൈസ് ഈ ടയർ. സോ ഗൈസ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതൊരു ഓട്ടോമാറ്റിക് ഗേറ്റിംഗ് കളമാണ് കേട്ടോ ഗൈസ്. ഇതാണെങ്കിൽ തുറക്കുന്നില്ലല്ലോ, ഇച്ചിരിയാണ് മുമ്പിലോട്ട് പോവുക. സെൻസറാണ് കേട്ടോ. അപ്പോൾ സെൻസറാണ് തുറന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം സോ ഗൈസ് നമ്മളെ വീട്ടിലേക്ക് എന്തോ കാറ് ഗൈസ്. ഇത് സുപ്രീം നിസാൻ ചീറ്ററല്ലേ എൻ്റെ പൊന്നോ ഗൈസ്. ഇത് സുപ്രീം നിസാൻ ചീറ്റാർ ഗൈസ്. നമ്മളെ കാർ ഇവിടെ തണലത്ത് ഒതുക്കിയിടാം. എൻ്റെ പൊന്നോ സെയിം വണ്ടിയല്ലേ. ഇത് നോക്കാനാണ് ഗൈസ് നമ്മളിവിടെ വിട്ടത്. ഗോൾഡൻ കളർ ഗൈസ്. ഇതിൻ്റെ അലോയി നമ്മളെ ടയറൊക്കെ കണ്ടു ഗൈസ്. സെയിം വണ്ടി ഇങ്ങനെയാണ്. ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ ഗൈസ്. അടിപൊളി ഒരു കാർ കേട്ടോ ഗൈസ്. ഇതാർക്കും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. സോ ഗൈസ് നമുക്കിവിടെ കാവൽക്കാരനായിട്ട് നിൽക്കണം ഗൈസ്. സോ ഗൈസ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലൊന്ന് ചാടി നോക്കണം. ഇതാരാണ്? ജോണാണ് വിളിക്കുന്നത്. ഹലോടാ ജോണേ, എന്തൊക്കെയുണ്ടോ വിശേഷം? എടാ ഫ്രാങ്കുള്ള, നീ 2 കാറ് കണ്ടാടാ. അത് നീ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. അതിന്റെ വിലപ്പെട്ട ഗോൾഡൻ കാറുകളാടാ. ആ ശരിയടാ, ഞാൻ അതൊക്കെ നോക്കിക്കോളാടാ. പിന്നെ നീ അതിന്റെ അടുത്തോട്ട് വലുതായിട്ടൊന്നും പോവണ്ടാ. അവിടെ തൊട്ടൊന്നും നോക്കലും കാറിൽ. അത് കൂടിയ കാറുകളാടാ. അത് നീ തൊട്ടൂടാ. ഇതൊക്കെ തോടെയാണെങ്കിൽ ഇതിന്റെ പേനുള്ള സ്വർണ്ണ അളവിൽ പോയ പണിയാവൂടാ ഫ്രാങ്കിളിനെ. അതുകൊണ്ട് നീ അതിന്റെ അടുത്തോട്ട് വലുതായിട്ടൊന്നും പോകണ്ടായിട്ടുള്ളൂ. പെയിന്റ് വലിയ അളവിൽ പോവുകയാണെങ്കിൽ എത്ര പൈസ ഞാൻ മേടിക്കും കേട്ടോടാ. ഇല്ലടാ, ഞാനത് തൊട്ടൊന്നും നോക്കുന്നില്ലടാ. ഇതിവിടെ ഞാൻ നോക്കിക്കോളാടാ. ഇതാരും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കോളാം. നീ എപ്പം വരൂടാ? ഞാൻ നാളെ രാവിലെ വരൂടാ ഫ്രാങ്കിളിനെ. അപ്പം നീ ഫോൺ വെച്ചോടാ. എനിക്കിപ്പോൾ ചെറുതായിട്ട് ജോലികളും ഉണ്ടാ. എന്നാ ശരിടാ ജോണാ, ഞാൻ വെച്ചോ. ഇപ്പോൾ ഗൈസ് നമ്മൾ ആ ജോൺ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞത് കേട്ടോ ഗൈസ്. ആ കാറൊന്ന് തൊട്ടുകൂടാ. വിലപ്പെട്ട കാറാണെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ആ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് തൊട്ട് നോക്കാം. ഇതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിലൊന്ന് ചാടി നോക്കാം. തണുപ്പുണ്ടോ? എൻ്റെ പൊന്നെ അടിപൊളി തണുപ്പ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് അകത്ത് കയറാം. ഇതിൻ്റെ വീട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൻ്റെ മേളിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ കീ വല്ലതും ഇവിടെ വല്ലതും ഇരുന്നാൽ ഗൈസ് നമുക്ക് ഇതിൻ്റെ മേളിലൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. സോ എൻ്റെ ഇവൻ ഈ പൈസ ഇല്ലെങ്കിൽ സ്റ്റെപ്പ് എന്തിനാണ് പണിയാൻ പോകുന്നത്? ഇതിനകത്ത് സ്റ്റെപ്പ് എന്തിനു പണിഞ്ഞു വെക്കുന്നത്? ഷോയ്ക്ക് വേണ്ടി ഇതിനകത്ത് സ്റ്റെപ്പ് പണിഞ്ഞു വെച്ചാൽ മറിഞ്ഞടിച്ച് വീരുന്നത്. ഇവനൊരു ബോധമില്ല ഗൈസ്. ഇവിടെ ആണെങ്കിൽ എനിക്ക് വയ്യ മേളിൽ പോവാൻ ഗൈസ്. എൻ്റെ കീ കിട്ടി ഗൈസ്. ഇവിടെ കിടന്ന് കേട്ടോ ഗൈസ്. സ്റ്റെയറിൻ്റെ അടിയിലാണ്ട് ഇരിപ്പുണ്ട്. അതിന് ഞാനത് നൈസിനും എടുത്ത് ഗൈസ് നമുക്ക് കീ കിട്ടി ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് നമുക്ക് കീയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഈ കാർ എന്തായാലും ഒന്ന് തുറന്ന് നോക്കാൻ ഗൈസ്. എൻ്റെ പൊന്നോ, ഇൻറ്റീരിയർക്ക് അടിപൊളി ഇൻറ്റീരിയർ ഗൈസ്. ഞാൻ രണ്ടാമത്തൊട്ടാണ് ഗൈസ് ഞാൻ സൂപ്പറായി കയറുന്നത് ഇപ്പം. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ടോർക്ക് ഉണ്ട് ഗൈസ്. എഞ്ചിൻ്റെ ടോർക്കിൻ്റെ പോനെ പവർ കേട്ടോ. ഇത് നമുക്ക് നോട്ടിച്ച് നോക്കാം ഗൈസ്. നമുക്ക് വെറുതെ ഒട്ടിച്ച് നോക്കാം. അല്ലെങ്കിൽ കേസ് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകില്ല. ഇവനൊന്നും കാണത്തില്ലല്ലോ. ഇവിടെ ക്യാമറ ഒന്നും ഇല്ലല്ലോ. എന്നാലും കേസ് നമുക്ക് നൈസിന് കേസ് വീട്ടിൽ കൊണ്ടുപോവുക. പിന്നെ രാവിലെ കൊണ്ടിട്ടാൽ പോലെ കേസ് വണ്ടി അവൻ വരപ്പുറത്തേക്ക് കൊണ്ടിടാം. അപ്പോൾ കേസ് ഇത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വെക്കാം. ഇവിടെ മറ്റേ വണ്ടി ആരും എടുത്താൽ പോകത്തില്ല. സൂപ്പറാണ്. എൻ്റെ പൊന്നെ അടിപൊളി എഞ്ചിൻ ടോർക്ക് കേട്ടോ. ഒന്നും കാലെടുത്താൽ മതി. അങ്ങ് നല്ല സ്പീഡിൽ കയറാൻ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. പക്ക മോഡിഫിക്കേഷനാണ് കേട്ടോ ഗൈസ്. പോലീസ് കാണുകയാണെങ്കിൽ പോക്കും. ഇതിൻ്റെ അലോയൊക്കെ കണ്ടു ഗൈസ്. അടിപൊളി അലോയ് വീല്. അപ്പോൾ സോ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ ആ വീട്ടിലോട്ട് കത്തിച്ച് ഇവിടെയൊക്കെ വെച്ച് നല്ല സ്പീഡിൽ കയറുന്നുണ്ട് വണ്ടി. എൻ്റെ പോനെ ഒരു വണ്ടിയിൽ ഇടിക്കാതിരുന്നാൽ മതി. ഇയാൾ ഇടിക്കുന്നു. ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ വണ്ടി സ്കിഡ് അടിക്കുന്നു. വീരാഞ്ഞത് ഭാഗ്യം ഗൈസ്. കമന്ന് വീരാഞ്ഞത് ഭാഗ്യം കേട്ടോ ഗൈസ്. നീ ഇവിടെ നിന്ന് ചെറിയ സ്പീഡിൽ പോവുക. അല്ലെങ്കിൽ അടുത്ത മറ്റേത് കണക്ക് മറിഞ്ഞില്ല വീണാ തീരും ഗൈസ് നമ്മളെ വണ്ടിയുടെ കഥം.
അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഗൈസ്. സോ പയ്യെ ബ്രേക്ക് പിടിച്ച് കയറ്റാം, വളച്ച് കയറ്റാം. ഷിൻചാൻ ഇത് കാണുമ്പോൾ ഞെട്ടും കേട്ടോ ഗൈസ്, ഉറപ്പാണ്. നമുക്ക് ഇവിടോട്ടിടാം, ഇതിൻ്റെ ഫ്രണ്ടിലോട്ടിടാം, പിന്നെ എടുത്ത് മാറ്റാം ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെ ബ്രേക്കും കാരണം നല്ല കട്ട ബ്രേക്കാണ് കേട്ടോ ഗൈസ്. നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. എൻ്റെ മോനെ ഷിൻചാൻ, എന്താണ് ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ, ഈ കാർ ആരതാണ്? ഫ്രാങ്ക്ലിൻ മേടിച്ചതാണ്. എടാ ഇത് ജോണിൻ്റെ ആടാ. ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞു കാർ എടുത്ത് വീട്ടിലോട്ട് പോവാൻ. ശരി ഫ്രാങ്ക്ലിൻ, ഈ വണ്ടി കൊണ്ട് ബാക്ക് ഇട് ഫ്രാങ്ക്ലിൻ. ഷിൻചാൻ, ഞാൻ ഈ വണ്ടി കൊണ്ട് ബാക്ക് ഇട്ടിട്ടാ, നീ പറഞ്ഞ ശരിയാണ്. അല്ലെങ്കിൽ വല്ല കള്ളന്മാർ വല്ലതും അടിച്ചോണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ പെടും കേട്ടോ ഗേസ്. ഷിൻചാൻ പറഞ്ഞ ശരിയാണ്. സോ ഗേസ് നമുക്ക് നേരെ ഗേസ് നമ്മളെ ബാക്കിൽ പോവാം. അതുകൊണ്ട് ഗേസ് നമുക്കാണെങ്കിൽ ഒരു ഡിജിറ്റൽ ക്യാമറയും കാര്യങ്ങളും നമ്മളെ കയ്യിരിപ്പുണ്ട്, അതെടുത്ത് വെക്കാം ഗേസ്. ഒരു അടിപൊളി ക്യാമറയും കാര്യങ്ങളുമാണ് ഗേസ് നമുക്ക്. സോ ഗേസ് നമ്മളെ വണ്ടി ഇങ്ങോട്ട് വെക്കാം. ഒതുക്കി ഇട്ടിട്ടുണ്ട്. നമ്മളെ ജോൺ അന്ന് വെച്ചതിൻ്റെ ബാക്കി കാണും എൻ്റെ കയ്യിരിപ്പുണ്ട് ഗേസ് നമുക്ക്. സോ ഇവിടെ ആയിട്ട് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം കേട്ടോ ഗേസ്. സോ ഗേസ് നമുക്ക് നേരെ ഗേസ് നമ്മളെ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് കാണാം ഗേസ്. ഞാനങ്ങനെ ഗേസ് നമ്മൾ ക്യാമറ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഗേസ് നമുക്ക് നേരെ ഗേസ് നമുക്കൊന്ന് പോയി കിടന്നുറങ്ങാം ഗേസ്. ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട് ഗേസ്, നമുക്ക് ഉറങ്ങി എണീക്കാം ഗേസ്, രാവിലെ എണീക്കണം. അപ്പോൾ സോ ഗേസ് നമുക്ക് നേരത്തെ കിടക്കാം ഗേസ്. അങ്ങനെ രാവിലെയും കാര്യങ്ങളും ആയിട്ടുണ്ട്. സോ രാവിലെ ആയിട്ടുണ്ട്, നമുക്കാണെങ്കിൽ നമ്മളെ കാറും കാണാൻ പോയി നോക്കാം ഗൈസ്. എൻ്റെ മോനെ നമുക്ക് നേരെ പോയി നമ്മളെ കാറും കാണാൻ നോക്കാം. അത് ഇച്ചിരി പെട്ടെന്ന് അങ്ങോട്ട് പോകണം എനിക്ക്. നമ്മളെ കാറ് നമുക്ക് നേരെ ഗൈസ് നമ്മുടെ ജോണിൻ്റെ വീട്ടിൽ കൊണ്ടുവിടണം ഗൈസ്. നമ്മളെ വണ്ടി കാണുന്നില്ല ഗൈസ്, ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇത് കുഴപ്പമില്ല ഗൈസ്, നമ്മളെ വണ്ടി കണ്ടുപിടിക്കണം. ജോൺ വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം ഗൈസ്, അല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. അപ്പം സോ നമ്മളെ ക്യാമറയിലൊന്ന് പോയി നോക്കാം ഗൈസ്, ഇത് ആരാണ് എടുത്തുകൊണ്ട് പോയെന്ന്. സോ നമുക്ക് നേരെ ഗൈസ് നമ്മൾ നേരെ പോയി നമുക്ക് നോക്കാം ഗൈസ്. ക്യാമറയിൽ ഇത് ആരാ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് അറിയണമല്ലോ ഗൈസ്. ഗൈസ് ഏതാണ് കള്ളം ഗൈസ്, നമ്മളെ കാറിങ്ങനെ അടിച്ചുകൊണ്ട് പോയി കേട്ടോ. ജോണിൻ്റെ കാർ ഞാനെടുത്ത്, എൻ്റെ കാറ് വേറെ ആരാണ്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ ഇതിൻ്റെ പരിസരമെല്ലാം നോക്കിയെടുക്കണം. നമുക്കെല്ലാം നോക്കാം ഗൈസ്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കുന്നതിന് മുമ്പ് ഗൈസ് ഇവിടെ നോക്കാം ഗൈസ്. ഇത് ജോൺ വിളിക്കുന്നു ഗൈസ്. ഞാനാണെങ്കിൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെ ജോൺ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഈ എയർപോർട്ടിലല്ല കേട്ടോ ഗൈസ്, വേറൊരു എയർപോർട്ടിലാണ് കേട്ടോ ഗൈസ്. സോ ഗൈസ് നമുക്ക് ഈ വെളിയിലെല്ലാം നോക്കാം. ചിലപ്പോൾ കാറല്ലോ ഇവിടെ കിടന്നാലോ ലക്കിന് ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്, നമ്മളെ കാറ് കാണുന്നില്ല. ഈ അറ്റത്തൊന്ന് നോക്കാം ഗൈസ്. ഈ കാറ് കള്ളൻ എടുത്തോണ്ട് പോയിട്ട് ഇവിടെ കൊണ്ടിട്ടേക്കുന്നു ഗൈസ്. ഗൈസ് കള്ളൻ പാവം ഏതാണ്ട് കള്ളൻ കേട്ടോ ഗൈസ്. സോ ഗൈസ് നമുക്ക് ഈ കാർ ഇങ്ങനെ എടുക്കാം ഗൈസ്. ഈ കാർ കൊണ്ട് നമ്മൾ ജോണിൻ്റെ വീട്ടിലല്ല ഗൈസ് ഇടാൻ പോകുന്നത്, നമ്മളെ വീട്ടിൽ തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. ഞാൻ അവൻ്റെ അടുത്ത് ഒരു കള്ളം പറയാൻ പോവുകയാണ് ഗൈസ്. അവൻ്റെ കാർ ആരാണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന്. അപ്പം സോ ഈ കാർ എന്തായാലും ആരാണ്ട് അടിച്ചു മാറ്റിയില്ലോ, ആ വിഷ്വലുണ്ടല്ലോ ഗൈസ്, ഈ വിഷ്വലും എടുത്ത് കാണിച്ചു കൊടുത്തേക്കാം. ഈ കാറ് നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഹൈഡാക്കിയിടാൻ ഗൈസ്. നമ്മളെ ബുദ്ധി ഇങ്ങനെ ഉണ്ട് ഗൈസ്. ചിലപ്പം ബാക്ക് വല്ലതും ഒന്ന് നോക്കുകയാണെങ്കിൽ ഗൈസ് അടപടലം. നമുക്ക് എന്തായാലും ജോൺ വരട്ടെ ഗൈസ്, നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിൻ്റെ അകത്ത് കയറാം ഗൈസ്. ജോൺ വിളിക്കുന്നുണ്ട് ഗൈസ്. ഹലോടാ ജോണേ. ഗൈസ് ഇവൻ പാവാണ് ഗൈസ്, നമുക്ക് വേറെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അവൻ ഏതാണ്ടൊരു കള്ളൻ നിന്റെ വണ്ടി എടുത്തോണ്ട് പോയിടാ. ഞാൻ ഇന്നലെ കിടന്നുറങ്ങാൻ നേരം എന്നെ തോക്കൊക്കെ കാണിച്ച് ഭീഷണി കാണിച്ചറാ ഗൈസ്. അങ്ങനെ ഞാൻ കോളും ചാനലൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. സോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനല്ല മറക്കല്ല. ഇതിനൊക്കെയുള്ള ഇനിയും കണ്ടന്റുകൾ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോ. ഗുഡ് ബൈ.